നമ്മൾ കണ്ടത് യേശുക്രിസ്തു വന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ പാപങ്ങളിൽ നമ്മളെ രക്ഷിക്കാനാണ്. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാൻ വേണ്ടി മാത്രമല്ല, അത് ക്ഷമയ്ക്കപ്പുറത്ത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. നാം നമ്മുടെ കഴിഞ്ഞ ഭാഗത്തിൽ നമ്മുടെ രക്ഷയ്ക്ക് 3 ഭാഗങ്ങളുണ്ടെന്ന് നാം കണ്ടു. ഭാവി, ഭൂതം, വർത്തമാനം. നമുക്ക് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ വേണം, കാരണം നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ. എന്നാൽ ഇന്ന് വർത്തമാനകാലത്തിൽ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും, എന്നാൽ ഭാവി കാലത്തെ കർത്താവ് മടങ്ങി വരുമ്പം പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ ദൈവം ഇതിനെല്ലാം ഒരു മാർഗം ഒരുക്കി. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കഴിഞ്ഞ ഭാഗത്തിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മെ നിറച്ച് അവൻ ഇന്ന് നമ്മുടെ ഉള്ളിൽ ജീവിക്കാൻ കഴിയും. അങ്ങനെ ജയിക്കാനുള്ള ശക്തി അവൻ നമുക്ക് നൽകുന്നു. അതിനും അപ്പുറത്ത് നമ്മുടെ ദൈവം നമുക്ക് സ്വന്തം പുത്രനെ നൽകി. നമുക്ക് പകരമായിട്ട് അവൻ ക്രൂശിൽ മരിച്ചു എന്നുള്ള കാര്യം മാത്രമല്ല, അതിനും അപ്പുറത്ത് നമുക്ക് ഒരു മാതൃകയായി നമ്മൾ അവൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പം ഈ ഭൂമിയിൽ യേശുവിന് കൊടുത്തിരിക്കുന്ന ഒരു പേരുണ്ട്. അത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ അത്ര അറിയപ്പെടുന്നില്ല. നമ്മളിൽ പലർക്കും യേശുവിനെ അറിയാം ഒരു രക്ഷകനായി, നല്ല ഇടയൻ, വഴിയും സത്യവും ജീവനും, ലോകത്തിൻ്റെ വെളിച്ചം, വാതിൽ, ജീവനും പുനരുദ്ധാനവും, ജീവൻ്റെ അപ്പം. ഇതുപോലെയുള്ള പല പേരുകളും വളരെ പ്രശസ്തമാണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ. എന്നാൽ നിങ്ങൾ ഈ പേര് കേട്ടിട്ടുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ ഈ പേര് നമ്മുടെ മുന്നോടി. അത് നാം കാണുന്നത് എബ്രായ ലേഖനത്തിലാണ്. ഈ ഒരു ലേഖനത്തിലാണ് മറ്റേത് പുതിയ നിയമ ഭാഗത്ത് പറയുന്നതിനേക്കാൾ അധികം യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച്. നിങ്ങൾ എബ്രായ ലേഖനം അധികം പഠിക്കുന്നത് പിശാച് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ കാണുന്നു അനേക വിശ്വാസികൾക്ക് എബ്രായ ലേഖനം അത്ര പരിചിതമല്ല. അതെന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല. കാരണം പിശാചിനറിയാം നിങ്ങളിത് വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ നിങ്ങളൊരു ജയജീവിതത്തിലേക്ക് വരുമെന്ന്. അവനത് ആഗ്രഹിക്കുന്നില്ല. എബ്രായ ലേഖനത്തിൽ ഊന്നി പറയുന്നത് യേശുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചാണ്. അപ്പം തന്നെ അവൻ്റെ ദൈവത്തെ എടുത്തു മാറ്റുന്നില്ല. എപ്പോഴൊക്കെ നാം യേശുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് പറയുമ്പം നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. നാം ഈ കാര്യം തള്ളിപ്പറയുന്നില്ല, അവൻ ദൈവമാണെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് പരിശുദ്ധാത്മാവിൽ അവനുണ്ടായിരുന്ന ഭാരം ഇതായിരുന്നു: ഈ സത്യം ഊന്നിപ്പറയാൻ യേശു ഒരു മനുഷ്യനാണ് 100%. അതുകൊണ്ട് അവൻ തുടങ്ങിയത് 1-ാം അധ്യായത്തിൽ ഇത് ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് അവൻ 100% ദൈവമായിരുന്നു. സത്യം പറഞ്ഞാൽ മറ്റൊരു പുതിയ നിയമ ഭാഗത്തും എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ ഊന്നിപ്പറയുന്ന പോലെ യേശുവിൻ്റെ ദൈവത്വത്തെ പറ്റി. കാരണം ഇത് പറഞ്ഞിട്ട് അവൻ തുടർന്ന് പറയുകയാണ്, യേശു 100% ദൈവമായിരുന്നു, അതുപോലെ തന്നെ 100% മനുഷ്യനുമായിരുന്നു. യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് അവൻ 100% ദൈവവും 100% മനുഷ്യനുമായിരുന്നു. എന്നാൽ മിക്ക ആളുകൾക്കും അവൻ്റെ ദൈവഭാഗം അംഗീകരിച്ചില്ല. അവർ ചിന്തിച്ചു അവരെ പോലെ ഒരു മനുഷ്യനാണ്. അവർക്കിത് അംഗീകരിക്കാൻ പ്രയാസമായിരുന്നു. അവൻ 100% ദൈവമാണ്. എന്നാൽ വളരെ ചുരുക്കം ആളുകൾ. എന്നാൽ പത്രോസിന് ഇതിനെക്കുറിച്ച് വെളിപാട് കിട്ടി. പിതാവായ ദൈവത്തിൽ നിന്ന് ഈ മനുഷ്യൻ വെറും മനുഷ്യനല്ല, അവൻ ദൈവം തന്നെയാണ്, ത്രിത്വത്തിൽ രണ്ടാമൻ. എന്നാൽ ഇന്ന് ക്രിസ്ത്യാനികളുടെ ഇടയിൽ എല്ലാ ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നു യേശുക്രിസ്തു ദൈവമാണെന്ന്. ചില ദുരുപദേശം പഠിപ്പിക്കുന്ന ഗ്രൂപ്പുകൾ മാത്രമേ ദൈവം അല്ലെന്ന് വിശ്വസിക്കുന്നുള്ളൂ. എല്ലാ ക്രിസ്ത്യാനികളും അവൻ ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ പ്രശ്നം യേശുക്രിസ്തു ഭൂമിയിൽ ഉണ്ടായിരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നത്തെ പ്രശ്നം അനേക ക്രിസ്ത്യാനികളും 100% യേശു ഒരു മനുഷ്യനാണെന്ന് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഇതിലേതാണ് ദൈവദൂഷണം? ഒരാൾ ഇങ്ങനെ വിശ്വസിക്കുന്നു, ഒരാൾ ഇങ്ങനെ വിശ്വസിക്കുന്നു കരുതുക. യേശു 100% മനുഷ്യനാണ്, എന്നാൽ 100% ദൈവമല്ല. നിങ്ങളതിനെ ദൈവദൂഷണം എന്ന് പറയുമോ? നിശ്ചയമായിട്ടും അത് ദൈവദൂഷണം തന്നെയാണ്. എന്നാൽ തിരിച്ചു പറഞ്ഞാലോ? ഉദാഹരണത്തിന് ഒരു ആൾ പറയുന്നു യേശുക്രിസ്തു 100% ദൈവമാണ്, എന്നാൽ 100% മനുഷ്യനല്ല. അതും ദൈവദൂഷണം തന്നെയാണ്. യേശു 100% മനുഷ്യനാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? അതിനർത്ഥം അവൻ പാപിയായിരുന്നു എന്നല്ല.
ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ ഒരു ഭാഗമായിരുന്നില്ല പാപം, അല്ല. എന്നാൽ അവൻ പൂർണ്ണമായിട്ടും നമ്മളെപ്പോലെയാണ്. എബ്രായർ 2:17 പറയുന്നു, സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീർന്നു. സർവത്തിലും നമുക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ടവനെന്ന് എബ്രായർ 4:15 പറയുന്നു. എന്നാൽ അവനിലൊരു പാപമില്ലായിരുന്നു. അവൻ പാപത്തിൽ നിന്ന് പൂർണ്ണമായും വേർപെട്ടവനായിരുന്നു. അവൻ നിർമ്മലനും വിശുദ്ധനുമായിരുന്നു, അതുപോലെ കളങ്കമില്ലാത്തവനും. അവൻ പരിശുദ്ധാത്മാവിൽ ജനിച്ചതുകൊണ്ട് അവൻ വിശുദ്ധ പ്രജയായിരുന്നു. എന്നാൽ അവൻ നമ്മളെപ്പോലെ ഒരു മനുഷ്യനായിരുന്നുകൊണ്ട് അവൻ എല്ലാ തരത്തിലും നമ്മളെപ്പോലായിരുന്നു. നമ്മളെപ്പോലെ തന്നെ എല്ലാ തരത്തിലും പരീക്ഷിക്കപ്പെട്ടു. കാരണം മനഃപൂർവ്വമായിട്ട് അവൻ തിരഞ്ഞെടുത്തു ഉപയോഗിക്കുക ഇല്ല എന്ന് ദൈവികമായ എല്ലാ തരത്തിലുള്ള കഴിവുകളെയും അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ. അതുകൊണ്ട് അവന് നമുക്ക് മാതൃകയാകാൻ കഴിയും. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ അവനെ വിളിക്കുന്നു, 20-ാമത്തെ വാക്യം, അവൻ നമ്മുടെ മുന്നോടി എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നേ ഓടുന്ന ഒരാൾ. നമ്മൾ ഓടുന്ന അതേ ട്രാക്കിൽ നമ്മൾ ഓടേണ്ട വഴി. അവൻ മറ്റൊരു ട്രാക്കിൽ കൂടെയാണ് ഓടുന്നതെങ്കിൽ അവൻ നമ്മുടെ മുന്നോടിയാകുകയില്ല. നാം ഓടുന്ന അതേ ട്രാക്കിൽ അവൻ ഓടുന്നതുകൊണ്ട് നമ്മൾ ഓടുന്ന വഴി, അതുകൊണ്ട് അവനെ മുന്നോടി എന്ന് വിളിക്കുന്നു. പിന്നീട് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങളിൽ നമ്മളോട് പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കി. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും അല്ലെങ്കിൽ നയിക്കുന്നവനും പൂർത്തീകരിക്കുന്നവനും. അതുകൊണ്ട് എങ്ങനെയാണ് യേശുവിനെ നോക്കി ഓടാൻ കഴിയുന്നത്? അവൻ നമ്മുടെ മുന്നിൽ ഓടുന്നില്ലെങ്കിൽ, നമ്മൾ ഓടുന്ന അതേ ഓട്ടത്തിൽ നമുക്ക് മുന്നിൽ ഓടുന്നില്ലെങ്കിൽ നമുക്കവനെ നോക്കി ഓടാൻ കഴിയില്ല, മറ്റെവിടെയെങ്കിലും മറ്റൊരു ട്രാക്കിൽ കൂടെ. അതുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത് അവൻ 100% മനുഷ്യനായിരുന്നു എന്ന്. അവൻ നമ്മൾ അഭിമുഖീകരിക്കുന്ന അതേ പരീക്ഷകൾ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. എനിക്കും നിങ്ങൾക്കും ഉള്ളതിൽ കൂടുതൽ വിഭവങ്ങൾ അവനും ഉണ്ടായിരുന്നില്ല. അവൻ സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് തുല്യനായി. എബ്രായർ 2:17 സകല കാര്യത്തിലും അങ്ങനെ ആവുക ആവശ്യമായിരുന്നു. എബ്രായർ 2:17 തൻ്റെ സഹോദരന്മാരുടെ, അങ്ങനെയെങ്കിൽ മാത്രമേ അവന് നമ്മുടെ മഹാപുരോഹിതനാകാൻ കഴിയുള്ളൂ. ഇവിടെ പ്രായോഗിക തലത്തിൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? കാണൂ, നാം നമ്മുടെ പാവങ്ങൾ കൊഴുവഴുകൾ കണ്ടെത്തുന്നവരാണ്. ഇങ്ങനെ പറയും, ഞാൻ വെറും മനുഷ്യനല്ലേ. അത് ഇതുപോലെയാണ്. മനുഷ്യനെന്ന് പറഞ്ഞാൽ പാപം ചെയ്യണം. ശരി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. നാം പാപം ചെയ്തുകൊണ്ടിരിക്കും എന്നും. എന്നാൽ യേശു ഒരു മനുഷ്യനായിരുന്നു. അവനെങ്ങനെ പാപം ചെയ്യാതിരുന്ന? എന്നാൽ പെട്ടെന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും, എന്നാൽ അവൻ ദൈവമായിരുന്നു. ഇവിടെയാണ് ഈ ചോദ്യം ഉയരുന്നത്. അവൻ ഈ ഭൂമിയിൽ മനുഷ്യനായിരുന്നപ്പം ദൈവത്തിൻ്റെ കഴിവുകൾ അവൻ ഉപയോഗിച്ചോ? അങ്ങനെയെങ്കിൽ അവൻ നമ്മുടെ മാതൃകയല്ല. അങ്ങനെ ഒരു ചോദ്യം പോലുമില്ല. അവൻ നമ്മളുടെ ആരോടും പറയാൻ കഴിയില്ല എന്നെ അനുഗമിക്കുക. എങ്കിൽ ഞാൻ പറയും, എനിക്ക് നിന്നെ അനുഗമിക്കാൻ കഴിയുന്നത് നീ ദൈവവും ഞാൻ മനുഷ്യനുമാണോ? എന്നാൽ യേശു നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു, എന്നെ അനുഗമിക്കുക. 1 കൊരിന്ത്യർ 11:1 പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ നിങ്ങൾ എന്നെയും. അവൻ യേശുവിനെ അനുഗമിച്ചു. ഫിലിപ്പ് ലേഖനം 3:17 പൗലോസ് പറയുന്നു, എന്നെയും ക്രിസ്തുവിനെ അനുകരിക്കുന്ന മറ്റുള്ളവരെയും നിങ്ങൾ മാതൃകയാക്കുക എന്ന് പൗലോസ് പറയുന്നു. ഞങ്ങളെ അനുഗമിക്കുക എന്ന് പറയുന്നു. ഞങ്ങളുടെ മാതൃക പിന്തുടരുക. ഞങ്ങൾ യേശുവിനാണ് അനുഗമിക്കുന്നത്. യേശുവിനെ അനുഗമിക്കുക സാധ്യമാണ്. കാരണം യേശു മനുഷ്യനായി നമ്മളെപ്പോലെ തന്നെ. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ. അവനിൽ പാപമില്ലായിരുന്നു എന്ന കാര്യം ഒഴികെ അവൻ നമ്മളെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടു. ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ആ പരീക്ഷയുടെ വലി അവനും അനുഭവിച്ചു. പരീക്ഷയുടെ ആ വലി അവൻ അനുഭവിച്ചില്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയത്തില്ല അവൻ പരീക്ഷിക്കപ്പെട്ടെന്ന്. ആ വലിയില്ലെങ്കിൽ പരീക്ഷയുമില്ല. പരീക്ഷയുടെ അർത്ഥം ഒരു വലിയാണ്. ഗുരുത്വാകർഷണം പോലെ താഴേക്ക്. യേശുക്രിസ്തു വെള്ളത്തിന് മീതെ നടന്നപ്പം മത്തായി 14-ാം അധ്യായത്തിൽ ഗലീല കടലിൽ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഗുരുത്വാകർഷണത്തിൻ്റെ ശക്തി അവനെ വലിച്ചിരുന്നോ? അവനെ താഴേക്ക് നമ്മൾ അനുഭവിക്കുന്ന പോലെ? അല്ലെങ്കിൽ നിങ്ങൾ പറയുമോ അവൻ ദൈവമായിരുന്നു, അവനെ ഗുരുത്വാകർഷണം ബാധിക്കുന്നില്ല? അതാണ് കാര്യമെങ്കിൽ അവൻ വെള്ളത്തിന് മീതെ നടന്നത് ഒരു അത്ഭുതമെന്ന് പറയാനേ കഴിയില്ല. സർവശക്തനായ ദൈവം വെള്ളത്തിന് മീതെ നടക്കുന്നവൻ വെള്ളത്തിന് മീതെ പറക്കാൻ കഴിയും. അതിൽ ഒരു അത്ഭുതവുമില്ല. അത് അത്ഭുതമായിരിക്കുന്നത് യേശു 100% ഒരു മനുഷ്യനായിരുന്നു. ഗുരുത്വാകർഷണത്തിൻ്റെ ബലം അവനെ വലിച്ചു. അവൻ അതിനെ ജയിക്കുകയും
വെള്ളത്തിൻ്റെ മീതെ കൂടെ നടക്കുകയും ചെയ്തു. അതിനുശേഷം പത്രോസിനോട് പറഞ്ഞു, നീ ഇത് കാണുന്നുണ്ടോ? നിനക്കും ഈ അത്ഭുതം അനുഭവിക്കാൻ കഴിയും. പത്രോസും വെള്ളത്തിന് മീതെ കൂടെ നടന്നു. അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണുന്നു, യേശുക്രിസ്തു നമ്മളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണെന്ന് നാം അംഗീകരിക്കുമ്പോൾ താഴേക്കുള്ള ആ വലി അനുഭവിച്ചപ്പോൾ ഗുരുത്വാകർഷണമല്ല, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം, പരീക്ഷയുടെ താഴത്തേക്കുള്ള ആ വലി. എന്നിട്ടും അവൻ പാപം ചെയ്തില്ല. അവൻ പാപം ചെയ്തിരുന്നെങ്കിൽ മരിക്കുമായിരുന്നു. എന്നാൽ അവൻ പാപം ചെയ്തില്ല. എന്നാൽ ആ വലി അനുഭവിച്ചു. എന്നാൽ അതിനെ ജയിച്ചു. അനേക ആളുകൾ യേശുവിനെ താഴ്ത്തി കാണിക്കുകയാണ്. അവർ പറയുന്നു, ഓ, അവൻ വലിയ അനുഭവപ്പെട്ടില്ല. അങ്ങനെയെങ്കിൽ അതൊരു വലിയ സംഭവമല്ല. അവൻ പരീക്ഷ നേരിട്ടപ്പം, ഉദാഹരണത്തിന് പിശാച് അവനോട് പറയുന്നു, ഈ കല്ലിനെ അപ്പമാക്കുക. യേശുവിനെ കല്ലുകളെ അപ്പമാക്കാൻ കഴിയുമായിരുന്നോ ഇല്ലയോ? നിങ്ങൾ പറയുകയാണ് അവന് കഴിയുമായിരുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ സത്യമായിട്ടും പറയുന്ന അവന് പാപം ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാണ്. എന്നാൽ അവൻ ചെയ്തില്ല. കല്ലിനെ അപ്പമാക്കുക അവനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായിരുന്നെങ്കിൽ പിന്നെ അവിടെ പരീക്ഷയില്ല. നിങ്ങൾക്കത് ചെയ്യുവാൻ കഴിയുമെങ്കിൽ മാത്രമേ അവിടെ പരീക്ഷയ്ക്ക് സാധ്യതയുള്ളൂ. അസാധ്യമായിരിക്കുമ്പോഴല്ല. പിശാച് അവനോട് ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിന്ന് ചാടാൻ പറഞ്ഞപ്പോൾ യേശുവിനെ ചാടാൻ കഴിയുമായിരുന്നു? നിങ്ങളെന്ത് ചിന്തിക്കുന്നു? ഞാൻ ചിന്തിക്കുന്നു നിശ്ചയമായിട്ടും അവന് ചാടാൻ കഴിയുമായിരുന്നു. എന്നാൽ അവൻ ചെയ്തില്ല. അവൻ ചാടിയിരുന്നെങ്കിൽ അവൻ പാപം ചെയ്തേനെ. അങ്ങനെ അവൻ മരിക്കുമായിരുന്നു. എന്നാൽ അവൻ ചെയ്തില്ല. അതുകൊണ്ട് നമ്മൾ കാണണം, യേശു യഥാർത്ഥമായിട്ട് പരീക്ഷയെ നേരിട്ടു. അവൻ അഭിനയിക്കായിരുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഒരു നാടകത്തിൽ ഒരു മനുഷ്യനെ പരീക്ഷിക്കപ്പെടുന്ന പോലെ അഭിനയിക്കാം. യേശുവിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്. അവൻ പരീക്ഷിക്കപ്പെടുന്നത് പോലെ അഭിനയിക്കുകയായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവൻ പരീക്ഷിക്കപ്പെട്ടില്ല. അതവനെ അപമാനിക്കുകയാണ്. അനേക ക്രിസ്ത്യാനികൾ യേശുവിനെ അപമാനിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ ശരിയായി നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെട്ടില്ല. പിന്നെ എന്താണ് അവൻ ചെയ്തത്? അഭിനയിക്കുകയായിരുന്നു. നാം കർത്താവിനെ ബഹുമാനിക്കണം. അവൻ അഭിനയിക്കുകയായിരുന്നില്ല. അവൻ ശരിയായും പരീക്ഷയെ അഭിമുഖീകരിച്ചു. എന്നാൽ അവൻ ജയിച്ചു. പിശാച് നിങ്ങളിത് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളിത് അറിഞ്ഞാൽ നീ പാപത്തിൽ മേൽ ജയമുള്ളവനാവും. നീ ജയമുള്ളവനായിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. നീ ജീവിതം മുഴുവൻ പരാജയമായിരിക്കുമെന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ സ്വന്തം ജീവിതത്തിൽ എനിക്കറിയാം. ഞാൻ വീണ്ടും ജനിച്ചതിന് ശേഷം 16 കൊല്ലം ഞാനൊരു പരാജിതനായിരുന്നു. ഞാൻ വീണ്ടും ജനിച്ചതിന് ശേഷം, സ്നാനപ്പെട്ടതിന് ശേഷം, പരിശുദ്ധാത്മാവ് അഭിഷേകത്തിന് ശേഷവും ഞാൻ പാപത്തിൽ ജീവിച്ചു. മറ്റനേക ക്രിസ്ത്യാനികളെ പോലെ ഒരു വ്യത്യാസവുമില്ല. എന്നാൽ ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ കണ്ടു, റോമാലേഖനം 6:14 പറയുന്ന പോലെ, ഞാൻ കൃപയ്ക്ക് അധീനനാണെങ്കിൽ പാപം എന്മേൽ കർത്തൃത്വം നടത്തത്തില്ല. എന്നിട്ടും പാപത്തിന് എൻ്റെ മേൽ കർത്തൃത്വം ഉണ്ടായത് അങ്ങനെയാണ്. കാരണം ഞാൻ ഈ കാര്യം മനസ്സിലാക്കിയില്ല, എന്താണ് കൃപയ്ക്ക് അധീനരാകുക എന്ന് പറഞ്ഞാൽ. ക്ഷമിക്കുന്ന കാര്യത്തിൽ ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് എനിക്കറിയാമായിരുന്നു. എന്നാൽ അതിന് മുകളിലുള്ള ഒരു തരം കൃപയെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. അവിടെ പാപം കർത്തൃത്വം നടത്തത്തില്ല എന്ന്. റോമാലേഖനം 6:14. എപ്പോഴും എൻ്റെ ഒഴിവഴിവ്, ഞാനൊരു മനുഷ്യനല്ലേ. എന്നാൽ ഇത് ഞാൻ കണ്ട ദിവസം, യേശുക്രിസ്തുവും എന്നെപ്പോലെ ആയിരുന്നു. അവനും ഒരു ജഡത്തിൽ വന്നു, എന്നെപ്പോലെ തന്നെ. അവൻ എന്നെപ്പോലെ പരീക്ഷിതനായി. ഞാനത് കണ്ട ദിവസം 2 കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. എൻ്റെ ജീവിതത്തിൽ ഒന്ന്, എൻ്റെ പാപത്തിന് ഒരു ഒഴിവഴിവും ഇല്ലാതായി. അതുവരെയും എൻ്റെ ഒഴിവഴിവ്, യേശു ദൈവമായിരുന്നു. ഇപ്പോൾ എനിക്കത് പറയാൻ കഴിയില്ല. അവൻ ദൈവമായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ കഴിവുകൾ അവൻ ഉപയോഗിച്ചില്ല. ഫിലിപ്പ് ലേഖനം 2:8 ഞാൻ അതാണ് കാണുന്നത്. അവൻ തന്നെത്താൻ ഒഴിച്ചു. അവൻ എന്താണ് തന്നെത്താൻ ഒഴിച്ചത്? അവൻ മനുഷ്യനായി ഭൂമി വന്നപ്പോൾ അവൻ്റെ ദൈവത്വം അവൻ ഒരിക്കലും ഒഴിച്ചില്ല. കാരണം അവൻ സർവശക്തനായ ദൈവമാണ്. ദൈവത്തിന് ഒരിക്കലും ദൈവം അല്ലാതായിരിക്കാൻ കഴിയില്ല. അവൻ ആളുകളുടെ ആരാധന സ്വീകരിച്ചു, മനുഷ്യൻ്റെ പാപം ക്ഷമിച്ചു. അവൻ തന്നെ ഒഴിച്ചത് ദൈവത്തിൻ്റെ കഴിവുകളിൽ നിന്നായിരുന്നു. ഉദാഹരണത്തിന്, ദൈവം സർവജ്ഞാനിയാണ്. എന്നാൽ യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പം ആ ജ്ഞാനം അവൻ ഉപയോഗിച്ചില്ല. അവൻ ഉപയോഗിക്കാമായിരുന്നു, എന്തിൽ ഉപയോഗിച്ചില്ല. അവൻ തന്നെ ഒഴിച്ചു. അതുകൊണ്ടാണ് ആ അത്തിവൃക്ഷത്തിൽ ഫലമുണ്ടോയെന്ന് അവൻ അറിയാതെ പോയത്. അവൻ ആ വൃക്ഷത്തിൻ്റെ അടുക്കലേക്ക് വന്നു, മറ്റുള്ളവരെ നോക്കുന്ന പോലെ തന്നെ അതിൽ ഫലമുണ്ടോയെന്ന് അറിയാൻ. തൻ്റെ 2ാം മടങ്ങിവരവിൻ്റെ സമയം അവന് അറിയുമായിരുന്നില്ല. അവനത് പറഞ്ഞു. മർക്കോസിന്റെ സുവിശേഷത്തിൽ മനുഷ്യപുത്രനെ അത് അറിയില്ല, പിതാവിന് മാത്രമേ അറിയൂ. എന്തുകൊണ്ടാണത്? കാരണം അവൻ തന്നെ ഒഴിച്ചു. ഇപ്പോൾ അവനത് അറിയാം, കാരണം അവൻ തിരിച്ച് പിതാവിൻ്റെ അടുക്ക പോയി. എന്നാൽ അവൻ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ തന്നെ ഒഴിച്ചു.
ദൈവം ഒരിക്കലും ക്ഷീണിക്കുന്നില്ല എന്ന് വേദവസ്തം പറയുന്നു. സങ്കീർത്തനം 121 പറയുന്നു, ദൈവം ഉറങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നുമില്ല. എന്നാൽ യേശു ബോട്ടിൽ ഉറങ്ങി. കാരണം അവൻ തന്നെ പരിമിതപ്പെടുത്തി. ദൈവം ഒരിക്കലും ഉറങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നു എന്നുള്ള കാര്യം ഉപയോഗിച്ചില്ല. അവൻ തന്നെ പരിമിതപ്പെടുത്തിയില്ലെങ്കിൽ അവന് നമ്മുടെ മാതൃകയാകാൻ കഴിയത്തില്ല. കാരണം നമുക്കൊത്തിരി പരിമിതികളുണ്ട്. രണ്ടാമത്, എനിക്ക് പ്രാപ്തമല്ലാത്ത വിഭവങ്ങൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ അങ്ങനെയെങ്കിൽ അവൻ എനിക്ക് മാതൃകയാകാൻ കഴിയില്ലായിരുന്നു. എനിക്ക് പ്രാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ മാത്രമേ അവൻ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അവൻ എനിക്ക് മാതൃകയാകാൻ കഴിയുള്ളൂ. അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അത് മാത്രമാണ് അവൻ ഉപയോഗിച്ചത് പാപത്തെ ജയിക്കാനായിട്ട്. ദൈവം അതേ പരിശുദ്ധാത്മാവിനെ നമുക്കും തരാമെന്ന് വാഗ്ദാനം ചെയ്തു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ 2 കാര്യങ്ങൾ എനിക്ക് സംഭവിച്ചു. ഒന്ന്, പാപം ചെയ്യുമ്പോൾ എനിക്കൊരു ഒഴിവഴിവും ഇല്ലാതായി. കാരണം എനിക്ക് പറയാൻ കഴിയില്ല, ഓ ഞാനൊരു മനുഷ്യനാണ് അതുകൊണ്ട് പാപം ചെയ്യണം. ഇതാ ഇവിടെ ഒരു മനുഷ്യൻ പാപം ചെയ്യാതെ, യേശു. രണ്ടാമത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം, എനിക്ക് വിശ്വാസമുണ്ടായി. ഒരു മനുഷ്യനെ ഇത് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ എനിക്കും കഴിയും. ഞാൻ നിങ്ങളോടൊരു ഉദാഹരണം പറയാം. ഉദാഹരണത്തിന്, ഈ ഭൂമിയിൽ എവിടെയോ ഉള്ള ഒരു ദ്വീപിൽ അവിടെ ജീവിക്കുന്നവരെ ഈ ഭൂമിയിലുള്ള മറ്റാളുകളുമായിട്ട് ബന്ധമില്ലാതിരിക്കുന്നു. ഒരിക്കലും ഒരു ബന്ധമുണ്ടായിട്ടെന്ന് ചിന്തിക്കുക. ഒരിക്കൽ പോലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. മറ്റു മനുഷ്യരാരും ആ ദ്വീപിൽ പോയിട്ടില്ല. ഇങ്ങനെ ചിന്തിക്കുക, ആ ദ്വീപിൻ്റെ നടുവിൽ ഒരു നദിയുണ്ട്. എന്നാൽ ആ ഐലൻഡിലുള്ള ആരും ഒരിക്കലും നീന്താൻ പഠിച്ചിട്ടില്ല. അനേക തലമുറകളായി ആരും നീന്താൻ പഠിച്ചിട്ടില്ല. അവരിങ്ങനെ ചിന്തിക്കുന്നു, ആരെങ്കിലും വെള്ളത്തിലിറങ്ങിയാൽ അവർ മുങ്ങിപ്പോകും. കാരണം മനുഷ്യൻ്റെ ശരീരം വെള്ളത്തേക്കാൾ ഭാരമുള്ളതാണ്. നിങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ നിങ്ങൾ മുങ്ങിപ്പോകും. അവർ കണ്ടിട്ടുണ്ട് ആളുകൾ മുങ്ങുന്നത്. ശരി, ഇത് പറ്റില്ല. ഈ വെള്ളത്തിന് മീതെ പൊങ്ങിക്കിടക്കുക അസാധ്യമാണ്. അതുകൊണ്ട് തലമുറകളായിട്ട് അവരാരും വെള്ളത്തിലിറങ്ങി നീന്താൻ ശ്രമിച്ചിട്ടില്ല. ശരി, ഇങ്ങനെ ചിന്തിക്കൂ. പുറത്തുനിന്ന് ഒരാൾ അവരുടെ ദ്വീപിലേക്ക് വരുന്നു. നിങ്ങൾക്കിവിടെ ഒരു നദി ഉണ്ടല്ലോ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ നീന്താത്തത്? അവർ പറയുന്നു, ഇല്ല, അത് അസാധ്യമാണ്. ആർക്കും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ കഴിയില്ല. നിങ്ങളുടെ ശരീരം വെള്ളത്തേക്കാൾ ഭാരമുള്ളതാണ്. എന്നാൽ അവൻ പറയുന്നു, അല്ല, നിങ്ങൾ ഇച്ചിരി പരിശ്രമിച്ചാൽ അത് കഴിയും. അവർ പറയുന്നു, എന്നാലൊന്ന് കാണിച്ചേ. അവൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നു, നീന്തി അക്കരെ എത്തുന്നു. ഈ ആളുകളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. അവർ ചിന്തിച്ചു, ഒരു പക്ഷെങ്കിൽ ഇവൻ്റെ ശരീരം നമ്മുടേക്കാൾ വ്യത്യസ്തമായിരിക്കാം. അവരവൻ്റെ അടുത്ത് പോയി പരിശോധിച്ച് നോക്കി. ഓ, ഇവൻ നമ്മെപ്പോലെയാണോ? അപ്പോൾ എന്ത് സംഭവിക്കും? അവർക്ക് വിശ്വാസം ഉണ്ടാവും. അങ്ങനെയെങ്കിൽ നമുക്കും നീന്താൻ കഴിയും. അവരും നീന്തി. കാരണം അവരെപ്പോലെ ഒരാൾ ചെയ്തു. ഇതുതന്നെയാണ് എനിക്കും സംഭവിച്ചത്. യേശുവും എന്നെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു കണ്ടപ്പം എങ്കിലും പാപം ചെയ്തില്ല. പാപത്തിൻ്റെ ആ പ്രമാണം, പരീക്ഷ അവനെ താഴേക്ക് വലിച്ചു. എന്നാൽ അവനതിന് വഴിപ്പെട്ടില്ല. അവനതിനെ ജയിച്ചു. ഈ ഒരു മനുഷ്യനെ ഞാൻ കണ്ടപ്പം മുങ്ങിപ്പോകാതെ നീന്തുന്നു. അതെൻ്റെ ഉള്ളിൽ വിശ്വാസം തന്നു. എനിക്കും ഇവിടെ ജയിക്കാൻ കഴിയും. ഈ വിശ്വാസമാണ് നിങ്ങളിൽ ഉണ്ടാകരുതെന്ന് പിശാച് ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളൊരു ജയാളിയാകും. നിങ്ങൾ ജയിക്കണമെന്ന് പിശാച് ആഗ്രഹിക്കുന്നു? ഇല്ല, നിങ്ങൾ തോൽക്കണമെന്ന് അവൻ്റെ ആഗ്രഹം. നിങ്ങളുടെ മുഴു ജീവിതത്തിലും എത്ര ക്രിസ്ത്യാനികൾക്ക് എഴുന്നേറ്റ് നിന്നിങ്ങനെ സാക്ഷ്യം പറയാൻ കഴിയും? ദൈവം എനിക്ക് കൃപ നൽകി എൻ്റെ കോപത്തിന്മേൽ ജയമുള്ളവനായിരിക്കാൻ. എൻ്റെ കണ്ണിൻ്റെ മോഹത്തിൻ്റെ മേലെ, കയ്പിൻ്റെ മീതെ, അസൂയയുടെ മീതെ, ഇങ്ങനെ പലതും. അത് വളരെ അപൂർവമാണ്. അതൊരു പക്ഷേ 1000-ൽ ഒരാളായിരിക്കും. നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് 1000-ൽ ഒരാളെ നിങ്ങൾ അങ്ങനെ കണ്ടെത്തിയാൽ. എന്തുകൊണ്ട്? കാരണം പിശാച് അവരുടെ കണ്ണുകളെ കുരുടാക്കിയിരിക്കുകയാണ് ഈ സത്യം കാണാതെ. യേശുവും അവരെ പോലെ ആയിരുന്നു എന്ന്, അവരെ പോലെ പരീക്ഷിക്കപ്പെട്ടു എന്ന്. നിന്റെ കണ്ണും പിശാച് കുരുടാക്കിയിരിക്കല്ലേ? നിങ്ങൾ അങ്ങനെ കുരുടനായിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ മറ്റൊരു ഉദാഹരണം കൂടെ പറയാം. ഉദാഹരണത്തിന്, ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഭൂമി വന്നു ഒരു നീന്തൽ കുളത്തിൽ നീന്തൽ പഠിപ്പിക്കാനായിട്ട്. അത് ചിറക് വിരിച്ച് പറന്നുകൊണ്ട് തന്നെ അനുഗമിക്കാനായിട്ട് എന്നോട് പറയുന്നു. നിങ്ങൾ അവനോട് എന്താ പറയുന്നത്? ദൂത, നിന്നെ അനുഗമിക്കാൻ എനിക്ക് കഴിയില്ല. എനിക്ക് നിന്നെ പുകഴ്ത്താൻ കഴിയും, എന്നാൽ നീ ചെയ്യുന്ന പോലെ എനിക്ക് കഴിയില്ല. ഞാൻ ഗുരുത്വാകർഷണത്തിന് വിധേയനായതുപോലെ നീ ഗുരുത്വാകർഷണത്തിന് വിധേയപ്പെട്ട ഒരാളല്ല. നീ എന്നെ നീന്തൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം നിന്റെ ചിറക് കളയുക, എന്നിട്ട് എൻ്റെ പോലെ ഒരു ശരീരത്തിൽ വരിക. എന്നാൽ ദൂതൻ തൻ്റെ ചിറക് കളഞ്ഞ് എന്നെപ്പോലെ ഒരു ശരീരത്തിൽ വന്ന് ആ നദിയിലേക്ക് എടുത്തു ചാടി എന്നോട് പറയാം, എന്നെ അനുഗമിക്കുക. അല്ലെങ്കിൽ അവന് പറയാം, എന്നെ പുകഴ്ത്തുക.
ഇതുപോലെ യേശു നമ്മളെപ്പോലെ അല്ലെങ്കിൽ അവന് ചെയ്യാൻ കഴിയുന്ന ഒരേ കാര്യം എന്നെ പുകഴ്ത്തുക. ഞാൻ പാപത്തെ ജയിച്ച കാര്യത്തിൽ എന്നെ പുകഴ്ത്തുക. എന്നാൽ അനുഗമിക്കാൻ കഴിയത്തില്ല, കാരണം നിങ്ങൾ എന്നെ പോലല്ല. എന്നാൽ അവൻ അങ്ങനെ അല്ല പറഞ്ഞ. യേശു നമ്മുടെ മുന്നോടിയാണ്, വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവനാണ്. യേശുവിനെ നോക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഓട്ടം ഓടാം. യേശുവിനെ നോക്കി ഉദാഹരണങ്ങൾ നമ്മെ സഹായിക്കും ഈ സത്യങ്ങൾ മനസ്സിലാക്കാൻ. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. ഇങ്ങനെ ചിന്തിക്കുക. ഒരു മഹാകോടീശ്വരൻ, ഒരു കോടീശ്വരനല്ല, ഒരു മഹാകോടീശ്വരൻ, വളരെ വളരെ ധനികനായ ഒരു മനുഷ്യൻ ഒരു പാശ്ചാത്യ നാടിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നു, ചേരി പ്രദേശത്ത് ജീവിക്കുന്ന ദരിദ്രരായ ആളുകളെ സഹായിക്കാനായി. എങ്ങനെ കടം മേടിക്കാതെ ജീവിക്കാൻ കഴിയുമെന്ന് പഠിപ്പിക്കാൻ. അവരെ സമ്പാദിക്കുന്ന ആ ചെറിയ വരുമാനത്തിൽ എല്ലാ മാസവും അവരെ പഠിപ്പിക്കാൻ, അവരുടെ ആ ചെറിയ കുടില്, അവരെ സമ്പാദിക്കുന്ന ആ ചെറിയ വരുമാനത്തിൽ എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാം. ഈ മഹാകോടീശ്വരൻ്റെ കയ്യിൽ ഒരു ക്രെഡിറ്റ് കാർഡുണ്ട്. അവന് ഏത് ATMലേക്ക് പോയി ആയിരക്കണക്കിന് ഡോളർ പിൻവലിക്കാൻ കഴിയും. എന്നാൽ അവനിവിടെ വരുന്നു, ആ ചേരിയിലുള്ള ആളുകളോട് പറയുന്നു, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെ തന്നെ ജോലി ചെയ്യും. ഇഷ്ടിക ചുമ്മുകയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ജോലി അവൻ സമ്പാദിക്കുന്നു. നമുക്ക് പറയാം 1000 രൂപ, അങ്ങനെ ഒരു ചെറിയ തുക. ഞാൻ നിങ്ങളെപ്പോലെ തന്നെയാണ് സമ്പാദിക്കുന്നത്, നിങ്ങൾ ഒരുവനെ പോലെ തന്നെ. നിങ്ങളുടേതുപോലെ തന്നെയുള്ള ഒരു കുടിൽ ഞാനിവിടെ ഉണ്ടാക്കും. അങ്ങനെ ഞാൻ നിങ്ങളെ കാണിക്കാം എങ്ങനെയാണ് നിങ്ങളുടെ കുടില് വൃത്തിയായി സൂക്ഷിക്കേണ്ടത്. അതുപോലെ കടമില്ലാതെ എങ്ങനെ ജീവിക്കാം, ശുചിത്വത്തോടെ എങ്ങനെ ഇവിടെ ജീവിക്കാം. അവരവനെ ശ്രദ്ധിച്ചു. എന്നാൽ അവൻ ഇടയ്ക്കിടയ്ക്ക് രഹസ്യമായിട്ട് ഒരു ATM മെഷീൻ്റെ അടുത്ത് പോയി തൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിച്ചാൽ അവൻ വഞ്ചിക്കുകയാണ്. അവരത് കണ്ടാൽ അവർ പറയും, ഹേയ്, നിനക്കത് ചെയ്യാൻ കഴിയും, നീ ഒരു മഹാകോടീശ്വരനാണ്, എന്നാൽ ഞങ്ങളുടെ കയ്യിൽ ഇതില്ല. എന്നാൽ അവൻ പറയുന്നു, ഞാൻ ഒരിക്കലും ഒരു ATM മെഷീൻ്റെ അടുക്കലേക്ക് പോകില്ല. ഞാനൊരു മഹാകോടീശ്വരനാണ്, എൻ്റെ ക്രെഡിറ്റ് കാർഡുണ്ട്, എന്നാൽ ഞാനത് ഒരിക്കലും ഉപയോഗിക്കില്ല. എൻ്റെ കയ്യിലുള്ള ഈ വിഭവങ്ങളെ ഞാൻ ഒരിക്കലും ഉപയോഗിക്കില്ല. ഞാൻ വന്ന എൻ്റെ രാജ്യത്തിലുള്ള, ഞാൻ എന്നെ തന്നെ പരിമിതപ്പെടുത്തും, നിങ്ങൾക്കുള്ള വിഭവങ്ങൾ മാത്രമേ ഞാൻ ഉപയോഗിക്കൂ. അവൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അവൻ ഒരിക്കലും തൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചില്ല. അവൻ ജീവിച്ചു, വർക്ക് ചെയ്തു, സമ്പാദിച്ചു, മറ്റുള്ളവരെ പോലെ തന്നെ, അവരെ പോലെ ജീവിച്ചു. അങ്ങനെ ഒരു മനുഷ്യന് മറ്റുള്ളവരോട് പറയാൻ കഴിയും, എന്നെ അനുഗമിക്കാം. അവൻ തൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അനുഗമിക്കാൻ പറയാൻ കഴിയില്ല. ഇതുപോലെ യേശു ഭൂമിയിൽ വന്നപ്പം ഈ മഹാകോടീശ്വരൻ ചേരിയിൽ താമസിക്കണം, അവൻ മഹാകോടീശ്വരനാണ്. അതിനൊരു വ്യത്യാസവുമില്ല. അവന് ധാരാളം പണമുണ്ട്. അവൻ്റെ അക്കൗണ്ടിൽ അമേരിക്കയിലോ അല്ലെങ്കിൽ എവിടുന്നോ അവൻ വന്ന അവിടെ. എന്നാൽ ഇവിടെ ഒരു മഹാകോടീശ്വരനായിട്ടല്ല അവൻ ജീവിക്കുന്നത്. അവൻ അവൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നില്ല. യേശുക്രിസ്തു എങ്ങനെ ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഒരു ചിത്രമാണിത്. അവൻ ഒരിക്കലും തൻ്റെ സ്വർഗീയ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചില്ല. ദൈവമെന്ന തലത്തിൽ അവനുള്ള ശക്തി, അവൻ ദൈവമായിരിക്കുമെന്ന് തന്നെ. അവൻ ജീവിച്ചത് നമുക്കുള്ള വിഭവങ്ങൾ കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ നമ്മളോട് വാഗ്ദാനം ചെയ്ത. അതുകൊണ്ട് അവന് പറയാൻ കഴിയുമായിരുന്നു, എന്നെ അനുഗമിക്കുക. നാം ഈ അത്ഭുതകരമായ സത്യം കാണുമ്പം നാം ഒരു ദൈവഭക്തിയുള്ള ജീവിതത്തിലേക്ക് വരും. 1 തിമോത്തിയോസ് 3:16 നാം വായിക്കുന്നു, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അതാണ് ദൈവഭക്തിയുടെ മർമ്മം. എന്താണ് ദൈവഭക്തിയുടെ മർമ്മം? അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. ആത്മാവിലുള്ള നീതിയോടെ എങ്ങനെയാണ് ഒരാൾക്ക് ജഡത്തിരിക്കാൻ കഴിയുന്നത്? അതെങ്ങനെയെന്ന് യേശു കാണിച്ചു തന്നു. അതുകൊണ്ട് നമ്മൾക്കും ഇത് സാധ്യമാണോ, ജയകരമായൊരു ക്രിസ്ത്യജീവിതം ജീവിക്കാൻ? നമ്മൾ ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ തന്നെ. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ജഡത്തിൻ്റെ ശക്തിയേക്കാൾ വളരെ വലുതാണ്. നിങ്ങൾക്കറിയാമല്ലോ, പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ കനാൻ നാടിൻ്റെ അതിരിൽ എത്തിയ സമയം കർത്താവ് അവരോട് പറഞ്ഞു, ആ ദേശത്തേക്ക് പോകാം, ആ ദേശത്തെ പിടിച്ചടക്കുക. എന്നാൽ അവർ ആ മല്ലന്മാരെ കണ്ടു. അവർ പറഞ്ഞു, ഓ, ഞങ്ങളെ കൊണ്ട് ഇത് പറ്റത്തില്ല, ഈ ആളുകൾ വളരെ ബലമുള്ളവരും ശക്തരുമാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് കഴിയും, അവിടേക്ക് പോകാം. 6 ലക്ഷം ആളുകൾ പറഞ്ഞു, ഇല്ല, അത് ഒരിക്കലും നമുക്ക് സാധ്യമല്ല. എന്നാൽ 2 പേർ, ജോശുവയും കാലേബും പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയും.
അവർ മാത്രമാണ് അവിടെ പ്രവേശിച്ചത്. അത് അവർ ശക്തമായ മസിലുകൾ ഉണ്ടായിരുന്നുകൊണ്ടാണോ? അല്ല, അവർ ദൈവത്തിൽ വിശ്വസിച്ചു. അതുകൊണ്ടാണ് ആ ദേശം കൈവശമാക്കിയത്. കാരണം അവർ ദൈവത്തെ വിശ്വസിച്ചു. നിങ്ങളുടെ ജീവിതത്തിലെ ചില പാപങ്ങളെ കണ്ടു കഴിയുമ്പോൾ പിശാച് പറയും, നിനക്കൊരിക്കലും അതിനെ ജയിക്കാൻ കഴിയില്ല. അത് ഈ മല്ലന്മാരെ പോലെയാണ്. ഇപ്പൊ ചോദ്യം അതാണ്, നിങ്ങൾ ഈ ഇസ്രായേൽ മക്കളെയാണോ അനുഗമിക്കുന്നത്? നമുക്ക് ഈ മല്ലന്മാരെ ഒരിക്കലും ജയിക്കാൻ കഴിയത്തില്ല, അവരെന്നും നമ്മളെ ഭരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അല്ലെങ്കിൽ യോശുവയും കാലേവും പോലെ എനിക്കതിനെ ജയിക്കാൻ കഴിയുമെന്ന് പറയും. അതാണ് വേദപുസ്തകത്തിൻ്റെ സന്ദേശം. നിങ്ങൾക്കൊരു ജയാളിയാകാൻ കഴിയും. നിങ്ങൾ പരാജിതരായിരിക്കേണ്ട. യേശു ഒരു ജയാളിയായിരുന്നു. അവൻ ജീവിച്ച് നമ്മളെ കാണിച്ചു തന്നു എങ്ങനെ ജയാളികളാകാൻ കഴിയുമെന്ന്. എന്നാൽ അവൻ കാണിച്ചു തന്ന ആ മാതൃക നിങ്ങൾ പിൻഗമിക്കുന്നില്ലെങ്കിൽ ഒരു ജയജീവിതത്തിൻ്റെ മാതൃക അല്ലെങ്കിൽ നിങ്ങളോട് എത്തില്ല. എബ്രായ ലേഖനം 5 പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് ഉറച്ച നിലവിളിയോടും കണ്ണീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയയാചന കഴിക്കുകയും. എബ്രായ ലേഖനം 5:7 ഇവിടെ പറയുന്നത് ഗതസമയനിലുണ്ടായ ഒരു ദിവസത്തെ കാര്യമല്ല. അല്ല, തൻ്റെ ഐഹിക ജീവിതകാലത്തെന്ന് പറഞ്ഞാൽ താൻ ഈ ഭൂമിയിൽ ജീവിച്ച എല്ലാ ദിവസവും 33.5 വർഷം അവൻ എന്താണ് ചെയ്തത്? ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിച്ചു. എന്തിനു വേണ്ടി? മരണത്തിൽ നിന്നുള്ള രക്ഷയ്ക്ക്. വേദപുസ്തകത്തിൽ പുതിയ നിയമം പറയുന്ന 2 തരത്തിലുള്ള മരണങ്ങളുണ്ട്, ജഡീക മരണവും ആത്മീയ മരണവും. ഇതിലേത് മരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെടാനാണ് യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? നിശ്ചയമായിട്ടും ജഡീക മരണമല്ല. രക്തസാക്ഷികൾ പോലും ആ മരണത്തിന് രക്ഷപ്പെടാൻ പ്രാർത്ഥിച്ചില്ല. അവൻ ഭയപ്പെട്ട ഒരു മരണം മാത്രമേ ഉള്ളൂ, അത് ആത്മീയ മരണമായിരുന്നു. അവൻ പ്രാർത്ഥിച്ചു, പിതാവേ, ആത്മീയ മരണം എന്നെ തുടരുത്. അതിൻ്റെ മണം പോലും ആത്മീയ മരണത്തിൻ്റെ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, പരീക്ഷയിൽ പാപത്തിൻ്റെ മണം പോലും, പരീക്ഷയിൽ ഞാൻ പുറത്തു വരുമ്പം പാപത്തിൻ്റെ മണം പോലും ഇല്ലാതെ ആത്മീയ മരണത്തിൻ്റെ. വേദപുസ്തകം പറയുന്നു, അവൻ്റെ പ്രാർത്ഥന കേട്ടു. അത് തെളിയിക്കുന്നു അത് ജഡമരണം അല്ലായിരുന്നു, അവൻ ജഡത്തിൽ മരിച്ചു. അങ്ങനെ നാം കാണുന്നു, യേശു ജയിച്ചു. പിതാവിനോടുള്ള നിലവിളിയോടെ അവൻ അംഗീകരിച്ചു തൻ്റെ ജഡം ബലഹീനമാണെന്ന്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനായിട്ട് നിലവിളിച്ചു. അങ്ങനെ അവൻ ജയിച്ചു. നിങ്ങൾക്കും ജയിക്കാനായിട്ട് കഴിയും. കർത്താവിനെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള രക്ഷയ്ക്കായിട്ട് കരയുന്നെങ്കിൽ, ഇതുപോലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.